നമസ്കാരം. ന്യൂസ് നൈറ്റ് തുടരുന്നു. ബി.ജെ.പിയിൽ ഇനിയും അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് വി രാജേഷിനെതിരായ നടപടി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന നിലയിൽ ആര് പ്രവർത്തിച്ചാലും നടപടി ഉണ്ടാകും. ഇത്തരത്തിൽ ചില പരാതികൾ കൂടി പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് കുമ്മനം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വി രാജേഷിനെതിരായ നടപടിയിൽ അതൃപ്തി അറിയിച്ച് വി മുരളീധരൻ വിഭാഗം. തിടുക്കത്തിലുള്ള ഈ നടപടി പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. സത്യങ്ങൾ അധികകാലം മൂടിവെക്കാനാകില്ലെന്ന് നടപടി നേരിട്ട യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഫുൽ കൃഷ്ണ പ്രതികരിച്ചു. എന്നാൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചതിനാണ് നടപടി സ്വീകരിച്ചതെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സംഘടനാ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവർക്കെതിരെയാണ് അച്ചടക്ക നടപടിയെടുത്തതെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അഴിമതിയും സംഘടനാ വിരുദ്ധ പ്രവർത്തനവും നടത്തിയാൽ പാർട്ടിയിൽ വെച്ചുപൊറുപ്പിക്കില്ലെന്നും കുമ്മനം കൂട്ടിച്ചേർത്തു. പല സംഭവങ്ങളിലും പലരും ഇടപെട്ടതായും പ്രവർത്തിച്ചതായും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ശക്തമായ നടപടികൾക്ക് തീരുമാനമെടുക്കുകയും ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അഴിമതി, ക്രമക്കേടുകൾ, സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയൊന്നും ഭാരതീയ ജനതാ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കില്ല. ലഭിച്ച പരാതികളിൽ അന്വേഷണം നടത്തി മുഖം നോക്കാത്ത നടപടിയുണ്ടാകുമെന്നും കുമ്മനം പറഞ്ഞു. അതേസമയം വി രാജേഷിനെതിരെ നടപടിയെടുത്തതിൽ അതൃപ്തി അറിയിച്ച് മുരളീധര വിഭാഗം സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചു. സംഘടനാ സംവിധാനങ്ങൾ പ്രകാരമുള്ള ചട്ടങ്ങൾ പാലിക്കാതെയാണ് രാജേഷിനെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയത്. രാജേഷിന് പറയുവാനുള്ളത് കേൾക്കാൻ പാർട്ടി തയ്യാറായില്ലെന്നുമാണ് മുരളീധര പക്ഷത്തിന്റെ ആരോപണം. കോഴ വാങ്ങിയ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ റിപ്പോർട്ട് ചോർത്തിയ സംഭവത്തിൽ മാത്രം നടപടിയെടുത്തത് ശരിയായില്ലെന്ന നിലപാടാണ് മുരളീധര വിഭാഗത്തിനുള്ളത്. അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾക്ക് പുറമെ പാർട്ടി അധ്യക്ഷനും സംഘടനാ സെക്രട്ടറിക്കും മാത്രം നൽകിയ റിപ്പോർട്ട് എവിടെ നിന്നാണ് ചോർന്നതെന്ന് അന്വേഷിക്കണമെന്നും മുരളീധരപക്ഷം കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സംഭവത്തിൽ ബി.ജെ.പി. ദേശീയ സഹസംഘടനാ സെക്രട്ടറി ബി.എൽ. സന്തോഷിന്റെയും സംസ്ഥാന ആർ.എസ്.എസ്. നേതൃത്വത്തിന്റെ റിപ്പോർട്ട് ബി.ജെ.പി. നേതൃത്വം പരിശോധിച്ചു വരികയാണ്. ഇതേ തുടർന്ന് വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് ബി.ജെ.പി. വൃത്തങ്ങൾ നൽകുന്ന സൂചന. വി രാജേഷിനെ കൂടാതെ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി പ്രഫുൽ കൃഷ്ണയും ചുമതലകളിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. അരുൺ രാജ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ബി.ജെ.പി. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ പി.എസ്. ശ്രീധരൻപിള്ള, ഫക്രുദ്ദീൻ അലി, എൻ.പി. ചേക്കുട്ടി, അബ്ദുൽ ഖാദർ, കെ.വി. അബ്ദുൽ ഖാദർ എം.എൽ.എ, അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ പി.എസ്. ശ്രീധരൻപിള്ള, ഈ രണ്ട് നടപടികൾ സംസ്ഥാന നേതൃത്വം സ്വയം എടുത്തതാണോ അതോ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ടി വന്നതാണോ? നികേഷ്, ഒരു സംഭവം, ഇതൊരു പാർട്ടിയുടെ ആന്തരികമായ ഒരു പ്രക്രിയക്കപ്പുറം ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് പ്രസിഡന്റാണ് സെലക്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആ ചുമതല ഏൽക്കുന്ന പ്രസിഡന്റ്. അദ്ദേഹത്തെ പ്രിറോഗേറ്റീവ് ആണ് അദ്ദേഹത്തിന് പറ്റുന്ന ആളുകളെ പാർട്ടിയുടെയും അനുബന്ധ സംഘടനകളുടെയും ചുമതലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതനുസരിച്ച് അദ്ദേഹത്തിന് ടീമിനെ മാറ്റാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതനുസരിച്ചൊരു നടപടി നടന്നതായിട്ടാണ് ഞാൻ മാധ്യമങ്ങളിൽ മനസ്സിലാക്കുന്നത്. എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗത്തിലോ അല്ലെങ്കിൽ കോർ കമ്മിറ്റി അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയോ സംസ്ഥാന അധ്യക്ഷൻ എടുത്തതായിരിക്കും ഈ തീരുമാനം? അല്ല, അങ്ങനെ ഒരു കോർ കമ്മിറ്റി ഇപ്പൊ പാർട്ടിയുടെ ഈ ചുമതലപ്പെട്ട ആളുകളെ നിശ്ചയിക്കുന്നതിൽ കോർ കമ്മിറ്റിക്ക് ഒരു സംവിധാനമുണ്ട്. കാരണം പഴയ പ്രസിഡന്റുമാര്, മറ്റേ പുതിയ ജനറൽ സെക്രട്ടറിമാരെന്നൊക്കെ പറഞ്ഞ മാനദണ്ഡമുണ്ട്. മറ്റുള്ള ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം പ്രിറോഗേറ്റീവാണ്. അതിപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് അതിനെ കണക്കാക്കിയാൽ മതി. നോക്കൂ, പുതിയ ചില നടപടികളിലേക്ക് കൂടി പാർട്ടി നീങ്ങുന്നു എന്ന് സംശയമുണ്ടാക്കുന്ന വിധത്തിൽ കുമ്മനത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വേറെയും ചില പരാതികൾ കിട്ടിയിട്ടുണ്ട്, അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന്. സമാനമായ വിധത്തിലുള്ള അഴിമതി പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ ബി.ജെ.പിക്ക് പരാതിയായി ലഭിച്ചിട്ടുണ്ടോ? നികേഷ്, നമ്മളെപ്പോഴും പറഞ്ഞതാണ്, താങ്കൾ അത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സംഭവത്തിൽ ഒരാൾക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടി ഭരിക്കുന്ന പാർട്ടിയോട് ബന്ധപ്പെട്ട സംവിധാനങ്ങളെ ഏതോ ഒരു ഡൽഹിയിലുള്ള ഒരാൾ ഉൾപ്പെടെ ആളുകൾ ദുരുപയോഗപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ കൗൺസിലിനോട് ബന്ധപ്പെട്ട് എല്ലാ സ്ഥാപനങ്ങളോടും സത്യസന്ധമായി വസ്തുനിഷ്ഠമായി പറയുമ്പോൾ ഇത് എക്കാലത്തും ചില നടപടിയൊക്കെ നടക്കാറുണ്ട്. ഇത്തരത്തിൽ ചില ഏജന്റുമാരെ പവർ ബ്രോക്കേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിനോട് ബന്ധപ്പെട്ട ചില ബി.ജെ.പിയുടെ
ചില താഴെത്തട്ടിലുള്ള ചില ആളുകൾ അതിനുവേണ്ടി ശ്രമിച്ചു, ഒരു സെല്ലിന്റെ കൺവീനർ ഉൾപ്പെടെ. അപ്പൊ അവരൊക്കെ അതിനനുസരിച്ച് പാർട്ടി ആന്തരികമായിട്ട് അപ്പം തന്നെ അതിനോട് സന്ധി ചെയ്യില്ല എന്നുള്ള നിലക്ക് ഉള്ള നടപടി സ്വീകരിക്കുന്നു. പിന്നെ ആന്തരികമായിട്ട് അത്തരത്തിൽ അപ്പൊ അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രശ്നം വലുതായിട്ട് വരുമ്പം ഒരു കേരളത്തെ പോലെ എത്രയോ കൊല്ലങ്ങളായി പല പ്രശ്നങ്ങളും ഉള്ളത് കുത്തിപ്പൊക്കിക്കൊണ്ടുവരാൻ ആളുകൾ ശ്രമിക്കും, ഞങ്ങളുടെ എതിരാളികൾ ശ്രമിക്കും. ഭരിക്കുന്ന പാർട്ടി വളരെ ശക്തമാണ്, അവരതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതിനപ്പുറത്ത് ഇതിനൊരു വലിയ ആനക്കാര്യമായി ഇതിന് കാണുന്നതിൽ അർത്ഥമില്ല. ഇതെങ്ങനെയാ അഴിമതി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വല്ല നഷ്ടം സംഭവിക്കുകയോ എന്തെങ്കിലും വ്യവസ്ഥാപിതമല്ലാത്ത തരത്തിൽ സാധിച്ചു കൊടുക്കുകയോ അതിനുവേണ്ടി ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസർമാർ അതിന് വേണ്ടിയിട്ട് പൈസ വാങ്ങുകയോ അല്ലെങ്കിൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഉള്ളവരത് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ്, അല്ലെ മന്ത്രിമാര് അങ്ങനെ ഒരാക്ഷേപവും ആർക്കുമില്ല. വിജിലൻസ് അന്വേഷണത്തിൽ പോലും ഇതുവരെ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. പിന്നെ BJPയെ അതിന്റെ വലിയ കുതിച്ചുചാട്ടം കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അത് തടയിടാനുള്ള വൃഥാശ്രമമാണ് ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസും എല്ലാം ചേർത്ത് വയ്ക്കുന്നു. പിന്നെ കേരളത്തിലെ ഇന്നത്തെ മാധ്യമരമം അങ്ങനെയാണ്, എന്തായാലും പിന്നെ അതിനെ പോസിറ്റീവ് വാർത്തയേക്കാൾ നെഗറ്റീവ് വാർത്തകൾക്ക് പ്രാധാന്യം കിട്ടുന്ന ഒരു സമൂഹത്തിൽ ഇതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായി ഞാൻ മാനിക്കുന്നത്. അതിനപ്പുറത്തിൽ ഓരോ BJP പ്രവർത്തകരും അത് മനസ്സിലാക്കുന്നു, അനുഭാവിയും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ പ്രക്രിയയെ ചെറുത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിനപ്പുറം പ്രചരണങ്ങളുടെ പ്രളയത്തിൽ ഞങ്ങളെ മുക്കിക്കൊല്ലാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ശ്രീ പി. ശ്രീധരൻപിള്ള, ഈ മാസം 22-ന് കുമ്മനം രാജശേഖരൻ വിജിലൻസിന് മുമ്പാകെ ഹാജരാകും എന്നാണ് അങ്ങോട്ട് അറിയിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആഴ്ച തന്നെ ഹാജരാകണമെന്നായിരുന്നു വിജിലൻസിന്റെ ആവശ്യം. തനിക്ക് 2 ആഴ്ച നീട്ടിത്തരണമെന്ന് പറഞ്ഞു. 22-ന് ഹാജരാകാമെന്ന് കുമ്മനം വ്യക്തമാക്കിയിട്ടുമുണ്ട്. 2-3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കുമ്മനം രാജശേഖരനെ സംബന്ധിച്ചിടത്തോളം ഷാജി നൽകിയ പരാതി 5,60,00,000 രൂപ താൻ കുമ്മനത്തിൻ്റെ അടുത്ത സുഹൃത്തായ സതീഷ് നായർക്ക് നൽകാനായി RS വിനോദ് വഴി കൊടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഷാജി നൽകിയിട്ടുള്ള പരാതി എവിടെ എന്ന് ചോദിക്കും. എന്നതിനൊപ്പം തന്നെ KP ശ്രീശനും AK നസീറും അടങ്ങിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും കമ്മീഷൻ ചോദിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതായി മാറില്ലേ അപ്പോൾ? നികേഷ്, ഇതൊക്കെ വളരെയധികം നിയമപരമായി ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പാർട്ടിയുടെ ആന്തരിക ഇപ്പം CPM-ന്റെ ആന്തരിക റിപ്പോർട്ടുകളുണ്ട്. നമ്മളൊക്കെ കേട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയാലും ശ്രീമത് സംബന്ധമായ കാര്യമായാലും ഒക്കെ നടപടിയെടുത്തതാണ്. എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി, ഞാൻ അവരെയൊന്നും വ്യക്തിപരമായിട്ട് മോശക്കാരാക്കാൻ പറയുന്നതല്ല. അപ്പൊ അതിനെ തുടർന്നുള്ള സംഭവങ്ങളെല്ലാം ആന്തരികമായിട്ട്, അതുപോലെ ചന്ദ്രശേഖരൻ മരത്തോട് ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുന്നത്, ചന്ദ്രശേഖരൻ അതൊക്കെ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസിന് സമർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയല്ലേ? എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക? അല്ല, വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം വിജിലൻസുമായി ഞങ്ങൾ സഹകരിക്കാം എന്ന് പറയുന്നത് നിയമപരമായ ബാധ്യത കൊണ്ടൊന്നുമല്ല. ഒരു നല്ല സംശുദ്ധമായ പൊതുജീവിതം ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കാം. പക്ഷെ സഹകരിക്കാന്ന് പറയുമ്പോൾ ഞങ്ങളെ അതുകൊണ്ട് അവര് വടിയെടുത്ത് അടിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അത് ഞങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണെങ്കിൽ അതിനെ നേരിടാനുള്ള കെൽപ്പും അതിനുള്ള യുക്തിഭദ്രതയും ഒക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാം. ഇപ്പൊ 2 പേർക്ക് നോട്ടീസ് അയച്ചു. ഞാൻ ആ നോട്ടീസ് കണ്ടതാണ്. ആ നോട്ടീസ് അയച്ചതിനകത്തിൽ ഞങ്ങൾക്കൊരു അന്വേഷണത്തിന്റെ ഭാഗമായി നിങ്ങൾ ഹാജരാവണം. ഇതെന്താ വെള്ളരിക്കാപട്ടണമാ? ഞാൻ തിരിച്ചതിന് മറുപടി അയച്ചതിനകത്തിൽ ആവശ്യപ്പെട്ട ഇതുവരെ ചെയ്തിട്ടില്ല. എന്തിനാണ് പരാതി? എന്താണ് പരാതി? പരാതി പറയുന്നത് എന്താണ്? ഇത് സാമാന്യ നീതിയല്ലേ? നാച്ചുറൽ ജസ്റ്റിസ് അല്ലേ? 2 തവണ ആവശ്യപ്പെട്ടിട്ടും ഈ ഓഫീസർ എന്തേ അത് അയച്ചു കൊടുത്തില്ല? അപ്പൊ ഇതൊക്കെ പറയുമ്പം BJP പരമാവധി വിട്ടുവീഴ്ച ചെയ്യില്ല. ഇക്കാര്യത്തിൽ എന്താ സംശയം ശ്രീ പി. എസ്. ശ്രീധരൻപിള്ള? ഒരു MP-യുടെ PA അയാളുടെ ഡെപ്യൂട്ടേഷനിൽ വന്നതാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അയാൾ ഉൾപ്പെട്ട ഒരു അഴിമതി ആരോപണമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ അഴിമതി ആരോപണം സംബന്ധിച്ച് വിജിലൻസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ഇന്റേണൽ റിപ്പോർട്ടുണ്ട്, നിങ്ങൾക്കൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ തേടുന്നതിന് വേണ്ടി സ്വാഭാവികമായും കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവരെ, KP ശ്രീശനും AK നസീറും അടക്കമുള്ളവരെ വിളിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവിക നടപടിയല്ലേ? അല്ല, അതിനെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും അത് അഴിമതി സംഭവം എന്ന്. കാരണം ഒരാളോടൊരു കാര്യം ചെയ്യാമെന്ന് മേക്കിംഗ് എ റെപ്രസെന്റേഷൻ ഇൻഡ്യൂസിംഗ് ഡെലിവറി ഓഫ് പ്രോപ്പർട്ടി, അതായത് പണം കൊടുത്തിട്ട് പണം ഇന്നേ ചെയ്യാമെന്ന് ഒരാൾ വാങ്ങുന്നു, വാങ്ങിയ ശേഷം ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ നിയമം അനുസരിച്ച് അത് ചീറ്റിംഗ് ആണ്. അതിലൊരു MBAയുടെ ഒരാൾ ഇന്ന ബന്ധമുണ്ട്, അയാളെ പോയി കണ്ടു എന്നൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ
അത് അഴിമതിയായിട്ട് അഴിമതിയുടെ പരിധി അത് അന്വേഷണ ഉദ്യോഗസ്ഥരോ പിന്നീട് നിങ്ങൾക്ക് കോടതിയിൽ ഈ FIR-നെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടോ പോകാനുള്ള അവസരമുണ്ടാകും ആ ഘട്ടത്തിൽ ചെയ്യുക. പക്ഷെ അവിടെ കുമ്മനം അടക്കമുള്ള BJP-ക്കാരെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ അവർ പോവുക എന്നുള്ളത് ധാർമ്മികമായ നിയമപരമായ ഉത്തരവാദിത്തമല്ലേ? ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന്റെ ഒന്നുമല്ല. സാമാന്യ മര്യാദ കാണിക്കുന്ന പാർട്ടിയാണ് BJP എന്നുള്ളത് കൊണ്ട്, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്നുള്ളത് കൊണ്ട്, ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ഒരു തരത്തിൽ ഒരു നേതാവും അതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നുള്ളത് കൊണ്ട്, ഞങ്ങൾ അതിനുവേണ്ടി വെറുതെ അതിൽ മാറി നിൽക്കുന്നു എന്ന് വരുത്തണ്ട എന്നുള്ളത് കൊണ്ട് പോകാം എന്ന് ഉള്ള നിലക്ക് സഹകരിക്കാം. ശരി, ശ്രീധരൻപിള്ള, താങ്കൾ എന്തായാലും അല്ലെങ്കിൽ BJP എന്തായാലും പോകാം എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ ഏജൻസിക്ക് കൈമാറുമോ? ഈ പരാതി അന്വേഷണ ഏജൻസിക്ക് കൈമാറുമോ? പരാതിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാധ്യമങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒരിക്കലും ഞാൻ ഈ കാര്യം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളല്ല. മാധ്യമങ്ങളിടയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒന്നിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രചരിപ്പിക്കപ്പെട്ടതിന്റെ സംബന്ധിച്ച് ഒരു പാർട്ടിയുടെ ആന്തരികമായ നടക്കുന്ന പ്രക്രിയയുടെ ഭാഗമാകുമ്പോൾ അത് ചില നിയമപരമായ വശങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാളെ ശ്രീധരൻപിള്ള എന്ന വ്യക്തി ഞാനൊരു കക്ഷി എന്റെ അടുത്ത് വന്നു, ആ കക്ഷിയെ കബളിപ്പിച്ചിട്ട് കുറച്ച് പൈസ കൈവശപ്പെടുത്തി. മറ്റു വിഷയങ്ങളിലേക്ക് പോലെ അതുകൊണ്ട് BJP അങ്ങനെ വ്യക്തിപരമായി ഏത് പാർട്ടിയോട് ബന്ധപ്പെട്ട ആളുകളും എന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. ആ പരാതി അന്വേഷണ റിപ്പോർട്ട് ഇവ അന്വേഷണ ഏജൻസി സ്വാഭാവികമായും ചോദിക്കും. അത് കൊടുക്കാനുള്ള നിയമപരമായ ബാധ്യത BJP-യെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ അപ്പോയിന്റ്മെന്റില് CPM എന്ന് പറയുന്ന പാർട്ടി വളരെ സമർത്ഥമായി കുറെ കാലം ഒരു ഇഷ്യൂ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ അഴിമതിക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയമായ ഗൂഢാലോചന ഞാൻ പറയുന്നില്ല, എനിക്ക് തെളിവില്ല. അല്ല, എങ്ങനെയാണ് അത് CPM-ന്റെ വൈരനിര്യാതന ബുദ്ധിയായി മാറുക? ശ്രീ PS ശ്രീധരൻപിള്ള, നിങ്ങളുടെ സഹകരണ സെൽ കൺവീനർ RS വിനോദിനെ നിങ്ങൾ തന്നെ ഈ അഴിമതിയിൽ ഉൾപ്പെട്ടു എന്ന പേരിൽ പുറത്താക്കിയിരിക്കുന്നു. ആ റിപ്പോർട്ട് ചോർത്തി എന്ന പേരിൽ ഇപ്പോൾ VV രാജേഷിനെയും പുറത്താക്കിയിരിക്കുന്നു. കോഴിക്കോട് ഭാഗത്ത് വ്യാജ റെസീറ്റ് അടിച്ചു എന്ന പേരിൽ യുവമോർച്ച ജനറൽ സെക്രട്ടറി പ്രഫുൽ കൃഷ്ണയെ നിങ്ങൾ പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ഇതിലൊരു CPM-ന്റെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെയോ വൈരനിര്യാതന ബുദ്ധി ആരോപിക്കാൻ പോലും ആവില്ല. ആ പുറത്താക്കി എന്നുള്ള പ്രയോഗത്തില് ഞാൻ അതിനെ എൻഡോസ് ചെയ്യാനായിട്ട് ഞാനാണല്ല. താങ്കളത് പറയുന്നത് താങ്കളുടെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ഞാൻ മാനിക്കുന്നു. പക്ഷെ ഇതിനകത്ത് സ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊന്നുമില്ല. പുറത്താക്കി എന്നുള്ള വാക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ RS വിനോദിന്റെ കാര്യത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ VV രാജേഷിനെയും പ്രഫുൽ കൃഷ്ണയെയും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നു മാത്രമല്ല, ഇത്തരത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ആര് പ്രവർത്തിച്ചാലും നടപടി ഉണ്ടാകും. അത്തരത്തിലുള്ള ചില പരാതികൾ കൂടി പാർട്ടി നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട്. അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അവർക്കെതിരെയും നടപടികൾ ഉണ്ടാകുമെന്ന് കുമ്മനം രാജശേഖരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് വെറും ഇതൊരു മെഡിക്കൽ കോളേജിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് ജനൌഷധിയിൽ വരാം. ഇനി ഇത് ജനൌഷധിയുടെയോ മെഡിക്കൽ കോളേജിൻ്റെയോ മാത്രം പ്രശ്നമല്ല. അതിനപ്പുറത്തേക്ക് ഈ വാർത്ത ചോർത്തുകയും പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുകയും ചെയ്തവർ യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അവർക്കെതിരെയും നടപടി വേണ്ടി വരും. നികേഷ് ഒരു സുദീർഘമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ കുടുംബത്തിലെ ചെറുപ്പം മുതൽ വളർന്നു വന്നയാളാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആന്തരികമായി നികേഷ് ഒരുപാട് ഇത്തരം സംഭവങ്ങള് ഇന്നത്തെ സമൂഹം അതാണ്. പണ്ടത്തെ രാഷ്ട്രീയം ഇന്നത്തെ രാഷ്ട്രീയം വ്യത്യാസം അതാണ്. ഇന്നൊക്കെ രാഷ്ട്രീയം കുറേയധികം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവർക്ക് വഴിപ്പെട്ടു പോകുന്ന ആളുകളും ഉണ്ടാക്കാം. അതിലെ വ്യക്തിനിഷ്ഠമായി നമ്മൾ അതിനെ കാണുകയാണ് വേണ്ടത്. മറിച്ച് ഇത് BJP എന്ത് ലാഭമുണ്ടാക്കി? അല്ല, വ്യക്തിനിഷ്ഠമാണ് എന്ന് ശ്രീ PS ശ്രീധരൻപിള്ള താങ്കൾ വാദിച്ചോളൂ. കാരണം താങ്കളുടെ പാർട്ടിയെ രക്ഷിക്കാനുള്ള ചുമതല താങ്കളെയാണ് ആ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ താങ്കൾ ടെലിഫോണിൽ ഇപ്പോൾ അതിന് സംസാരിക്കുന്നത്. നോക്കൂ, ഈ അച്ചടക്ക നടപടി സഹകരണ സെൽ കൺവീനർ RS വിനോദിൽ മാത്രമായി ചുരുക്കി. ആരാണോ പണം വാങ്ങിയത്, ആരാണോ അഴിമതി നടത്തിയത് എന്ന വിഷയത്തിൽ RS വിനോദിൽ മാത്രമായി ചുരുക്കി. പക്ഷേ ഇവിടെ കുമ്മനം രാജശേഖരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തോ അദ്ദേഹത്തിൻ്റെ PRO ആയ സതീഷ് നായരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ കുമ്മനത്തിന് എന്തെങ്കിലും ശിക്ഷയുള്ളതായി നടപടിയുള്ളതായി നമുക്കറിയില്ല. കുമ്മനം രാജശേഖരൻ്റെ അടുത്ത സുഹൃത്താണ് ഈ സതീഷ് നായർ. അയാൾ PRO ആയി അവിടെ നിയമിക്കപ്പെട്ടു. കുമ്മനം രാജശേഖരൻ്റെ എന്നെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ തെളിവുണ്ട് എന്ന് ശ്രീ PS ശ്രീധരൻപിള്ള താങ്കൾക്കറിയാമല്ലോ. എന്നിട്ട് കുമ്മനത്തിനെതിരെ നടപടിയില്ല. ഇതാ ഇവിടെ റിപ്പോർട്ട് ചോർന്നു എന്നതിൻ്റെ പേരിൽ VV രാജേഷിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. VV രാജേഷ് ഇന്ന് രാവിലെ പത്രത്തിൽ തന്നെ പ്രതികരിച്ച് കണ്ടത്
ഈ റിപ്പോർട്ട് എനിക്ക് സ്വന്തമായി കിട്ടില്ലല്ലോ, ഞാനല്ലല്ലോ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ആരോ എനിക്ക് തന്നിട്ടുണ്ട്, എനിക്കാരോ ചോർത്തി തന്നിട്ടുണ്ട്. ആ ആൾക്കെതിരെ നടപടിയെടുക്കാൻ തുനിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കുമെന്നാണ്. അല്ലെങ്കിൽ ആ ആൾക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം വി രാജേഷ് ഉയർത്തുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് BJP മറുപടി പറയണ്ടേ? രാജേഷ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, കുമ്മനം രാജശേഖരൻ അങ്ങനെ ഒരാളെ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോർ കമ്മിറ്റിയിൽ അങ്ങനെ ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ ഞങ്ങളൊക്കെ അറിയേണ്ടതാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങനെ ഒരാളെ ഇതുവരെ ഇത്രയും കാലമായല്ലോ, കുമ്മനം 1.5 കൊല്ലമായി പാർട്ടിയുടെ പ്രസിഡന്റാണ്, അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. ഇപ്പോഴിതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് എന്നെ ഫേസ്ബുക്കിലൊക്കെ വന്ന് കാണിക്കുന്നു അദ്ദേഹം UPA സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രിയോടൊപ്പം ബാഗ് വരെ പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ എഴുതി, ഏതാണ്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അടുപ്പക്കാരനായി നിന്നുകൊണ്ട് അവർ തമ്മിൽ നടക്കുന്ന അത് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ട്. ഇപ്പൊ വന്നത് ഇത്തരം ഞാൻ പറഞ്ഞില്ല, ഇത്തരം പവറിന്റെ ബ്രോക്കേഴ്സായി വരുന്ന ആളുകൾ ഈ രാജ്യത്ത് കൊള്ളയടിക്കുന്നു ആളുകളെ എന്നുള്ളത് എത്രയോ കാലമായുള്ളതാണ്. അതുകൊണ്ട് അത് കുമ്മനം രാജശേഖരൻ എന്തിനാ വെച്ച് കിട്ടുന്നു? കുമ്മനം രാജശേഖരനെ വലിച്ചു കെട്ടുകയല്ല എന്ന് PS ശ്രീധരൻപിള്ള താങ്കൾക്കും അറിയാം. ഒന്ന്, കുമ്മനം രാജശേഖരന്റെ ദില്ലിയിലെ PRO ആണ് ഈ സതീഷ് നായർ. അതുകൊണ്ടാണ് ഈ ആൾക്ക് ഇവിടുന്ന് RS വിനോദ് 5,60,00,000 രൂപ ഹവാലയായി അയച്ചു കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ഈ ഈ പറയുന്ന സതീഷ് നായർക്ക് വേറെ ബന്ധങ്ങളൊന്നുമില്ല ഈ കുമ്മനമല്ലാതെ. പോട്ടെ, അക്കാര്യത്തിലൊക്കെ നിങ്ങൾ വേറെ അന്വേഷണം നടത്തിക്കോളൂ. കേന്ദ്ര ഇന്റലിജൻസും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ച് കേന്ദ്രത്തിന് തെളിവ് കിട്ടുന്ന മുറക്ക് ഇനി കുമ്മനം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുത്തോളട്ടെ. പക്ഷേ ഈ പറയുന്ന VV രാജേഷ്, അദ്ദേഹം ABVP, യുവമോർച്ച, BJP എന്നിങ്ങനെ പടിപടിയായി ഉയർന്നു വന്ന ഒരു നേതാവാണ്. ആൾ ഗ്രൂപ്പിൽ പെട്ടുപോയി, സ്വാഭാവികമായിട്ടും ഒരു വിഭാഗീയ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടു, അങ്ങനെ പുറത്താക്കുന്നു. പക്ഷേ VV രാജേഷ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കണ്ടേ? ഇന്ന് രാവിലെ പത്രത്തിൽ വന്ന് താങ്കൾ അടക്കം വായിച്ച അദ്ദേഹത്തിൻ്റെ കമൻറ്റിൽ യഥാർത്ഥത്തിൽ പറയുന്നു ഈ റിപ്പോർട്ട് എനിക്ക് ആരിൽ നിന്ന് കിട്ടിയെന്നാണ്. ആരിൽ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കണം എന്ന് സംബന്ധിച്ച് VV രാജേഷിൻ്റെ ആവശ്യം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല പാർട്ടി? VV രാജേഷിന് ഈ പാർട്ടിയുടെ ആന്തരിക സംവിധാനം താങ്കൾ പറഞ്ഞ പോലെ ഈ പശ്ചാത്തലമുള്ള ആ ചെറുപ്പക്കാരന് പാർട്ടിയിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തോട് ചുമതലയിൽ നിന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത് മാറി നിൽക്കാൻ പറഞ്ഞു എന്നുള്ളത്. പാർട്ടിയുടെ ഔദ്യോഗിക കമ്മ്യൂണിക്കേഷൻ ഒന്നും ഞാൻ കണ്ടില്ല. ഏതായാലും അങ്ങനെ വരുന്ന അവസരത്തിൽ നീതി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും പാർട്ടി അങ്ങനെ ആരെയും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണ് സാങ്കേതികമായിട്ട് ഞാൻ പറഞ്ഞില്ല, പ്രോഗബിലിറ്റി ഓഫ് ദ പ്രസിഡന്റ് ആണ്. അദ്ദേഹം വിളിച്ച് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ സഹോദരന്മാരെയൊക്കെ ഒരു കുടുംബ സംവിധാനം പോലെ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിലൂടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, ഞാൻ അതിലേക്ക് കടക്കാനും ആഗ്രഹിക്കുന്നു. ശരി, ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു റിപ്പോർട്ട് എപ്പോഴാണ് പാർട്ടി ഔദ്യോഗികമായി ചർച്ച ചെയ്യുക? എന്റെ നികേഷ്, റിപ്പോർട്ട് ഉണ്ടെന്നും ഇല്ലെന്നും ഞാൻ പറയാൻ ആളല്ല. മീഡിയകളിൽ കൂടെ ഒരു പേപ്പർ കണ്ടു, അത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു കോപ്പി ഞാനും സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ അതിന്റെ നോക്കിയിട്ട് അതിൽ വസ്തുതാപരമായി ശരിയുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. ഇല്ലെങ്കിൽ പാർട്ടിയിലെ ഈ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പറഞ്ഞല്ലോ സെൻട്രൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്, ഇത്രയധികം ദിവസമായിട്ടും BJPക്ക് ഒരു ബ്രീത്തിങ് ടൈം പോലും തരാതെ ഞങ്ങളെ കുറ്റക്കാരാക്കി പ്രഖ്യാപിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഒരു ടെൻഡൻസിയാണ്. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുറ്റക്കാരായി പ്രഖ്യാപിക്കാം. ശ്രീധരൻപിള്ള, ഇത്രയും കാലമായിട്ടും BJPക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനുള്ള ആർജവം പോലും ഇല്ല. അല്ലാതെ ആർജവം ഒന്നുമല്ല. ആർജവത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം നികേഷ്. ആർജവം എന്ന് പറഞ്ഞാൽ ആർജവം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആർജവം ഉള്ളതുകൊണ്ടല്ലേ പാർട്ടി ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതും. അല്ലല്ല, ആർജവം ഉള്ളത് കൊണ്ടല്ലേ പാർട്ടി ഭരിക്കുന്നതെന്ന് പറയാൻ ഉദ്ദേശിച്ചല്ല താങ്കൾ ആർജവം ഉള്ളത് കൊണ്ടല്ലേ എന്നുള്ളത് ചേർത്തത്. ആർജവം ഉള്ളത് കൊണ്ടല്ലേ ഈ റിപ്പോർട്ട് പരിഗണിച്ച് ഞങ്ങൾ RS വിനോദിനെ പുറത്താക്കിയത് എന്നാണോ? ഞാനിപ്പോൾ അത് പറഞ്ഞാൽ നികേഷിന്റെ ടൈം ആകെ 1 മണിക്കൂർ അത് മുഴുവൻ ഞാൻ പറയേണ്ടി വരും. ഞാൻ KC ജോർജിനെതിരായി വന്ന ആന്ധ്ര അരി കുമ്പോണം തൊട്ട് ഇങ്ങോട്ടുള്ള കേരളത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്ന് പറയാനും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് RS വിനോദിനെ പുറത്താക്കിയതെന്നും ഈ റിപ്പോർട്ട് ചോർത്തിയത് കൊണ്ടാണ് VV രാജേഷിനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതെന്നും പറയാൻ ഇപ്പോഴും BJP കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടി ഞാൻ പറഞ്ഞല്ലോ പ്രസിഡന്റ് ഓറിയന്റഡ് ആണ് BJP സെറ്റപ്പ്. പണ്ടത്തെ മാതിരിയല്ല. പണ്ട് ജനസംഘം ഒക്കെ ഉള്ളപ്പോഴാണെങ്കിൽ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററിയും എല്ലാം തെരഞ്ഞെടുക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, നോമിനേറ്റഡ് ആണ്. ഒരു ടീം അതിൽ കൂടെ വളർത്തിക്കൊണ്ടുവരിക
ചെയ്യാനുള്ള സംവിധാനമാണ്. അതിന് ഉചിതമായ ആൾക്കാർക്ക് അവസരം കൊടുക്കുകയാണ്. ആ പ്രിറോഗേറ്റീവിൽ ഞാൻ കയറിയിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നു. ദയവായി തുടരുക ശ്രീ പി എസ് ശ്രീധരൻപിള്ള. ശ്രീ എൻ പി ചേക്കുട്ടി, നോക്കൂ, ഇത്രയും ഒഴുക്കനായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ പ്രതിസന്ധിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്നത്. ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് അവർ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ 2 ആഴ്ച സമയം ചോദിച്ചിരിക്കുന്നത്. 22-ാം തീയതി ഹാജരാകാം എന്നാണ് കുമ്മനം രാജശേഖരൻ വിജിലൻസിനെ അറിയിച്ചിട്ടുള്ളത്. വിജിലൻസിൽ ചെന്ന് കുമ്മനം രാജശേഖരൻ പറയാൻ പോകുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പാർട്ടിയിലില്ല എന്നാണ്, പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. ഇത് സംബന്ധിച്ച് ഇനിയിപ്പോൾ വിജിലൻസിന് സ്വാഭാവികമായും അതിൻ്റെ മാധ്യമ വാർത്തകളൊക്കെ ചൂണ്ടിക്കാണിച്ച് തിരിച്ചു ചോദിക്കാനുണ്ടെങ്കിലും അറിയില്ല എന്ന് കൈമലർത്തുകയേ നിർവാഹമുള്ളൂ. അതാണ് ലെസർ ഈവിൾ എന്നാണ് BJP കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശ്രീ പി എസ് ശ്രീധരൻപിള്ള പറയുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് പോലും എനിക്ക് ഒരു വിവരവുമില്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് തേടിപ്പിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമം നടത്തുന്നു എന്ന്. ഇന്നിപ്പോൾ വി രാജേഷിനെയും അതുപോലെ പ്രഫുൽ കൃഷ്ണയെയും നീക്കം ചെയ്യുന്നതിലൂടെ BJP ഈ വിഷയത്തിൽ, ഇപ്പോൾ നേരത്തെ RS വിനോദിനെതിരായ നടപടി, ഇപ്പോൾ വി രാജേഷിന് എന്ന സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ടുള്ള നടപടി, ഈ പ്രശ്നം BJP അവിടെ പരിഹരിച്ചു കഴിഞ്ഞോ? എനിക്ക് തോന്നുന്നത് കുമ്മനം രാജശേഖരൻ ഒരു വലിയൊരു ക്രൈസിസിലുള്ളത്. ഒരു മോറൽ ക്രൈസിസ് ഉണ്ട് കുമ്മനത്തിനെ സംബന്ധിച്ചിടത്തോളം. ഈ അഴിമതിയായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിന് കുമ്മനം രാജശേഖരൻ തന്നെയാണ് ശ്രീശനെയും നസീറിനും ഏർപ്പാട് ചെയ്തത്. ശ്രീശനും നസീറും കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഏതാണ്ട് 1.5 മാസക്കാലം മറച്ചു വെച്ചത് കുമ്മനം രാജശേഖരൻ തന്നെയാണ്. കാരണം കുമ്മനം രാജശേഖരൻ നേരിട്ട് കൊടുത്ത റിപ്പോർട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം നടപടിയെടുക്കുന്നതിന് വിസമ്മതിച്ച സാഹചര്യത്തിലാണ് ആ റിപ്പോർട്ട് 1.5 മാസക്കാലം പൂഴ്ത്തിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് ലീക്ക് ചെയ്ത് മാധ്യമങ്ങൾ കൊടുത്തത്. അപ്പോൾ ആ ഒരു വിഷയം, അതിൻ്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? കുമ്മനം രാജശേഖരനാണ്. ഇപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ പേരിൽ 2-3 പേർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു. പാർട്ടിയുടെ അവരുടെ സഹകരണ സെല്ലിൻ്റെ കൺവീനറായിരുന്ന വിനോദിനെ ആദ്യം പുറത്താക്കി. ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന രാജേഷിനെതിരെ നടപടി വന്നു, കോഴിക്കോട്ട് വേറൊരാൾക്കെതിരെ നടപടി വന്നു. അപ്പോൾ 3ാമത്തെ ആളുടെ നടപടി വേറെ വിഷയത്തിലാണ്. 2 പേർക്കെതിരായ എടുത്ത നടപടിയിൽ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൻ്റെ എന്താ പറയുക ആണ് വിഷയം എന്ന് ഒരിക്കലും നിഷേധിക്കാൻ കുമ്മനത്തിനോ പാർട്ടിക്കോ കഴിയില്ല. സാങ്കേതികമായിട്ട് അവർക്ക് വിജിലൻസിന് മുമ്പിൽ നാടകം കളിക്കാം. വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു അന്വേഷണത്തിന് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കൊടുത്ത് അവർക്കത് ഒഴിവാക്കാം. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ കുമ്മനം രാജശേഖരൻ എന്ത് മറുപടിയാണ് പറയുക? എന്തടിസ്ഥാനത്തിലാണ് ഈ കക്ഷികൾക്കെതിരെ നടപടിയെടുത്തത്? ഇനി നടപടിയെടുക്കുന്ന കാര്യത്തിൽ വി രാജേഷിനെതിരായിട്ട് നടപടി എന്ന് പറയുന്നത് അദ്ദേഹം റിപ്പോർട്ട് ചോർത്തി കൊടുത്തുള്ളത്. ഇല്ലാത്ത റിപ്പോർട്ടാണെങ്കിൽ, ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് രാജേഷിനെതിരെ നടപടിയെടുക്കുക? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി സത്യസന്ധമായിട്ട്, കുറെ കൂടി ആത്മാർത്ഥമായിട്ട് പെരുമാറാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും BJP പോലെ ഒരു പാർട്ടിക്കുണ്ട്. കുമ്മനം ഒരു പൊതുജീവിതത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക സുതാര്യമായിട്ടുള്ള ഒന്നാണ്, അഴിമതിരഹിതമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ മോശമായിട്ടുള്ള പ്രവണതകളെ എന്താ പറയുക വളച്ച് വയ്ക്കാനും അല്ലെങ്കിൽ അതിനെ ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് അതിന് രക്ഷപ്പെടാനും ശ്രമിക്കുന്നത് ഒരിക്കലും പ്രയോജനം ചെയ്യില്ല. ഏറ്റവും നല്ലത് വസ്തുതകളായിട്ട് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടപടിയെടുക്കുകയായിരുന്നെങ്കിൽ ആ പാർട്ടിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റും. അല്ലെങ്കിൽ അവർ കൂടുതൽ ക്രൈസിസിലേക്ക് പോകും. വീണടത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ചളി മുഖത്ത് വരും എന്നുള്ളത് കുമ്മനം കൂടി മനസ്സിലാക്കേണ്ടതാണ്. ശ്രീ ഫക്രുദ്ദീൻ, കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ശ്രീ വി രാജേഷിനെതിരായിട്ടുള്ള നടപടി. കേന്ദ്ര ഇൻ്റലിജൻസ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടത്തി അതിൽ നിന്ന് കിട്ടിയ ഇൻപുട്ട് അനുസരിച്ച് കുമ്മനം രാജശേഖരനോട് പറയുന്നു ഇന്നയാൾക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. അതല്ലാതെ കുമ്മനം രാജശേഖരന് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി അതിന്മേൽ വി രാജേഷ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി നടപടിയെടുത്തതല്ല. കോർ കമ്മിറ്റി ചേർന്ന് ഇങ്ങനെ ഒരു നടപടി എടുക്കണോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് ചർച്ച നടത്തിയാൽ അത് കൂട്ടത്തല്ലിൽ അവശേഷിക്കും. അങ്ങനെ ഒരു ഉദ്യമത്തിന് അദ്ദേഹം തുനിഞ്ഞില്ല. പകരം അമിത്ഷായ്ക്ക് ഒരു സംവിധാനമുണ്ട്. അമിത്ഷാ കേന്ദ്ര ഇൻ്റലിജൻസിനെയാണ് അത് ഉപയോഗിക്കുന്നത്. ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളിൽ നടന്നത് എന്ന് നോക്കുമ്പോൾ അഴിമതി നടന്നിട്ടുണ്ട്. 2, ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചോർച്ച അതിനേക്കാൾ വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. അമിത്ഷാ നോക്കുമ്പോൾ അഴിമതിയേക്കാൾ പ്രധാനം ചോർച്ചയാണ്. ആ ചോർച്ച എങ്ങനെ ഉണ്ടായി? അത് കണ്ടപ്പോൾ AK നസീർ എറണാകുളത്തെ ഒരു ഹോട്ടലിലേക്ക് ഇമെയിലായി ഈ റിപ്പോർട്ട് അയച്ചു. ഈ റിപ്പോർട്ട്
വി രാജേഷ് എടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തു. അതാണ് BJP വലിയ അഴിമതിക്കാരായ പാർട്ടിയാണെന്ന് കേരളത്തിലും പാർലമെൻറ്റിലടക്കം ദേശീയ തലത്തിലും വലിയ പ്രചരണത്തിന് ഇടയാക്കിയത്. എന്നാൽ പിന്നെ വി രാജേഷിനെ പുറത്താക്കിയേക്ക്, അല്ലെങ്കിൽ വി രാജേഷിനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയേക്ക് എന്ന തീരുമാനം അമിത്ഷാ കുമ്മനം രാജശേഖരനെ അറിയിക്കുന്നു. ആ നടപടി അവിടെ ഉണ്ടാകുന്നു. അപ്പോഴാണ് രാജേഷിൻ്റെ ചോദ്യം. രാജേഷ് പറയുന്നത്, എനിക്ക് ഈ റിപ്പോർട്ട് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ, അതെനിക്ക് ആരോ തന്നിട്ടുണ്ട്. ശ്രീശനാണോ AK നസീറാണോ? ആണ് എങ്കിൽ അവരെ കണ്ടെത്തണം, അവർ എന്തിനെനിക്ക് തന്നു എന്ന് അന്വേഷിക്കണം എന്ന്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെയും BJPയിൽ ഇവിടെ കെട്ടടങ്ങും എന്ന് വിശ്വസിക്കാമോ? അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് എങ്കിൽ ഇപ്പോൾ ശരിയാണ്, കേന്ദ്ര നേതൃത്വം ഇടപെട്ടതുകൊണ്ട് വി മുരളീധരൻ ഗ്രൂപ്പിന് തൽക്കാലം അടങ്ങിയിരിക്കുക എന്ന് വൃത്തിയുള്ളൂ. പരസ്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. പക്ഷേ അതെത്ര കാലം ഈ കെട്ടിവെക്കുന്ന ഈ പ്രക്ഷോഭം, ഈ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതിഷേധം അത് അടക്കി വെക്കാൻ കഴിയും? ഇതൊരു വിഷയമായി ഇവിടെ അവശേഷിക്കുമോ അതോ മുന്നോട്ട് പോവുമോ? അല്ല, ഇത് ഒരു അവസാനമോ അല്ലെങ്കിൽ തുടക്കമോ അല്ല, ഇത് തുടർച്ചയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കേരളത്തിലെ BJPയുടെ പ്രവർത്തനത്തിൽ പൊതുവെ സംഘത്തിന് ശക്തമായ എതിർപ്പുകളുണ്ട് എന്നാണ് എൻ്റെ ഒരു ഫീൽ. പലപ്പോഴും സംഘത്തിന്റെ അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാർ സംസാരിച്ച അവർ നേരിട്ടൊന്നും പറയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമാണ്, പാർട്ടിയെക്കാട്ട് ശക്തമാണ് അവരുടെ സിസ്റ്റം. പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അതാണ്. പലപ്പോഴും ഡൽഹിയിൽ ഇരുന്ന സമയത്തൊക്കെ നമ്മൾ ചില സംഘത്തിന്റെ ആളുകളോടൊക്കെ സംസാരിച്ചിരുന്ന സമയത്ത് കേരളത്തിലെ ഒരു പോക്ക് അത്ര ശരിയില്ല എന്നുള്ള ഫീൽ അവർക്കുണ്ട്, സംഘത്തിന്റെ ലൈനിലല്ല. ഒരുപക്ഷെ BJPക്ക് കേരളത്തിൽ ഉണ്ടാവേണ്ട ഒരു വളർച്ച ഇവരുടെ ഇത്തരം സംഘവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത പഴയ ജനസംഘം ജനതാ പാർട്ടിയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ സംഘത്തോട് ബന്ധമുണ്ടെങ്കിൽ പോലും കുറച്ചൊക്കെ എന്താ പറയുക, നമ്മൾ ഈ ഭൂഷ രാഷ്ട്രീയ പാർട്ടികളെ പോലെ പെരുമാറുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ പെരുമാറുന്ന ഇവര് ചില ആളുകളുടെ പ്രവർത്തനം മൂലം വേണ്ട രീതിയിലുള്ള വളർച്ച ഉണ്ടാകുന്നില്ല. ഹിന്ദു വികാരം വേണ്ട വിധത്തിൽ കൃത്യമായി റിഫ്ലക്ട് ചെയ്യാനോ അതിനെ ഹിന്ദു ഒരു വികാരം വളർത്തിക്കൊണ്ടുവരാനോ പറ്റുന്നില്ല, ഒരു ഫീലുണ്ട്. അപ്പം മോഡി അധികാരത്തിൽ വന്ന ആ ഒരു സമയം തൊട്ട് കേരളത്തിൽ എങ്ങനെ വേറെ രീതിയിൽ പാർട്ടിയെ കൊണ്ടുവരാം എന്ന് അവർ ആലോചിക്കുന്നുണ്ടായി തോന്നും. അതിന്റെ ഭാഗമായിട്ടാണ് കുമ്മനത്തിനെ ഇവിടെ പ്രസന്റ് ആക്കി വെച്ചതും. അപ്പം കുമ്മനത്തെ പ്രസന്റ് ആക്കി വെച്ച സമയത്ത് പലരും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ BJP ബേസിക്കലി സംഘമാണ്. കുമ്മന സംഘത്തിന് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ചിരിക്കുന്ന ആളാണ്. മാത്രമല്ല BJPയുടെ പല പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളും, നിങ്ങൾ നരേന്ദ്രമോദി ആണെങ്കിലും ഖട്ടാർ ആണെങ്കിലും ഇവരെല്ലാം സംഘത്തിലൂടെ വന്ന ആളുകളാണ്, സംഘത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് സംഘവും BJPയും കൂടി സംഘത്തിനെ BJPന്റെ ആളുകൾ എന്ന രീതി കാണുന്നത്. പക്ക ഈ സംഘത്തിന്റെ ആളുകളാണ് മറ്റു സ്റ്റേറ്റുകൾ സംഘത്തെ മുന്നോട്ട് നയിക്കുന്നത്, അവരുടെ പ്രചാരകസ് ആണ് ഇലക്ഷൻ നയിക്കുന്നത്. ആ സമയത്ത് നോക്കുമ്പോഴാണ് കേരളത്തിൽ BJP ഗ്രാജുവലായിട്ട് ഒരു ഗ്രോത്ത് നേടുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് പോകുന്നില്ല. അപ്പം നമ്മുടെ ഒരു റെഡി എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പരിസരം BJPക്കോ അല്ല RSSനോ ആ രീതിയിൽ പെട്ടെന്ന് കുതിച്ചുചാട്ടത്തിൽ പറ്റിയതല്ല എന്നുള്ളത് നമ്മുടെ റീഡിംഗ് ആണ്. പക്ഷേ ദേശീയ തലത്തിൽ അവർ നോക്കുമ്പോൾ CPMന് ഈഴവ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്? അത് കേരളത്തിലെ BJPയുടെ നിലവിലുള്ള ലീഡർഷിപ്പിന്റെ ഒരു കഴിവുകേടാണ്. അതുകൊണ്ട് സംഘത്തിന് ശക്തമായ സ്വാധീനമുള്ള ഒരു ലീഡർഷിപ്പിനെ കേരളത്തിൽ കൊണ്ടുവരണം, അങ്ങനെ ഹിന്ദു കൺസോളിഡേഷൻ കൊണ്ടുവരണം എന്നുള്ള ഒരു രീതിയിലാണ് കേന്ദ്ര നേതൃത്വം പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ അടുത്ത കാലത്ത് LDF ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള പ്രകോപനങ്ങളും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രാജേഷ് ഇതിലെ ഒരു സോഫ്റ്റ് ടാർഗറ്റാണ്. രാജേഷിലൂടെയല്ല എനിക്ക് തോന്നുന്നത് RSS വളരെ കൃത്യമായിട്ട് കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത് കേരള ലീഡർഷിപ്പിലെ ഒരു ക്ലെൻസിംഗ് ആണ്. മാത്രമല്ല കേരള ലീഡർഷിപ്പിലെ വളരെ സ്റ്റാർ വാല്യുള്ള പല നേതാക്കന്മാർക്കും സംഘത്തിന്റെ ഐഡിയോളോഗ്സ് ആയിട്ടുള്ള BJPയിലുള്ള പല ആളുകളോട് വലിയ താല്പര്യമില്ല എന്നുള്ളൊരു ഫീലും അവർക്കുണ്ട്. സത്യത്തിൽ കേരളത്തിലെ ഒരു സെമി ഭൂഷ സെറ്റപ്പിൽ അല്ലെ ഭൂഷ സെറ്റപ്പ് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ചില ലീഡർഷിപ്പിനോടോ നേതാക്കന്മാരോടോ സംഘത്തിനുള്ള വിയോജിപ്പും കേരളത്തെ പാർട്ടിയെ ഒരു പുതിയ ഒരു ലൈനിലേക്ക്, ഒരു ഹാർഡ് ഹിന്ദുത്വ ലൈനിലേക്ക് കൊണ്ടുവരാൻ അവരുടെ നടത്തുന്ന ഒരു പരീക്ഷണത്തിന്റെ ഭാഗവും കൂടിയായിട്ട് വേണം ഈ ഒരു അച്ചടക്ക നടപടി മറ്റു കാര്യങ്ങളും കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, തുടരുക. ശ്രീ PS ശ്രീധരൻപിള്ള, നോക്കൂ, KP ശ്രീശന്റെയും AK നസീറിന്റെയും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ സെൽ കൺവീനർ RS വിനോദ് 5,60,00,000 രൂപ ഷാജിയിൽ നിന്ന് വാങ്ങി ദില്ലിയിലെ സതീഷ് നായർക്ക് അയച്ചു കൊടുത്തതായി തെളിഞ്ഞിട്ടുള്ളത്. ഞാൻ പണം വാങ്ങി എന്ന് RS വിനോദ് അതിൽ മൊഴിയിൽ സമ്മതിക്കുന്നു. സതീഷ് നായർ അത് കിട്ടി എന്ന് സമ്മതിക്കുന്നു. അക്കാര്യത്തിൽ ഒരു സംശയവും ഇനി ബാക്കിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു BJP പ്രവർത്തകൻ അതിൽ ഉൾപ്പെട്ടു എന്നതിൻ്റെ പേരിൽ സഹകരണ സെൽ കൺവീനറായിട്ടുള്ള RS വിനോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം. പക്ഷേ ഇപ്പോൾ VV രാജേഷിനെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കിയത്, പ്രഫുൽ കൃഷ്ണയെ യുവമോർച്ച ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഏത് അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞുപോയി, കേന്ദ്ര ഇൻ്റലിജൻസ്
ഭാഗമായിട്ടുള്ള കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഇൻപുട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്ന്. അതൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്ന കഥകളാണ്. അതിലൊന്നും വസ്തുത ഉണ്ടാകാനിടയില്ല. മാത്രമല്ല കേന്ദ്ര ഇൻ്റലിജൻസിനെയൊക്കെ ഇതിന് ഉപയോഗിക്കാൻ പാടില്ലല്ലോ, അങ്ങനെ ചെയ്യൂല്ലല്ലോ. അപ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വി രാജേഷിനെയും പ്രഫുൽ കൃഷ്ണയെയും നീക്കം ചെയ്തത്? നികേഷ്, ഞാനത് ആവർത്തിച്ച് പറയാം. താങ്കൾക്ക് മറ്റ് ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. ഇതിന്റെ ഏതായാലും കോർ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഇതിന്റെ കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന പ്രസിഡന്റും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ജനറൽ സെക്രട്ടറിമാരുടെ ടീമും ഒക്കെ ഞാൻ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഞാനൊരു ആ പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയ പ്രവർത്തകർ അല്ലെങ്കിലും പ്രതിബദ്ധതയുള്ളൊരു പ്രവർത്തകനാണ്, ചുമതലയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് പ്രിറോഗേറ്റീവ് ആണ്, ഒരു പ്രസിഡന്റിന്റെ പ്രിറോഗേറ്റീവ് ആണ്. ചില ആളുകളെ സംബന്ധിച്ച് ചിലപ്പം സംശയങ്ങളുടെ കരുതലുണ്ടാവാം, അല്ലെങ്കിൽ ചിലർക്ക് ബോധ്യപ്പെട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ചിലപ്പം തൽക്കാലത്തേക്കുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമാകാം. ഈ നിലക്ക് അതുകൊണ്ടാണ് ഒരു പ്രസ് കമ്മ്യൂണിക്ക പ്രകാരം ഇന്നാൾ നീക്കിയെന്നോ അല്ല അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, ശ്രദ്ധയപ്പെടാനൊന്നുമില്ല. ശ്രീ PS ശ്രീധരൻപിള്ള, ഇന്നിപ്പോ ഫേസ്ബുക്ക് പോസ്റ്റിലും രാവിലെ ഉച്ചയോടുകൂടി പാലക്കാട്ട് വെച്ച് മാധ്യമങ്ങളോടും, അതായത് സൗണ്ട് ബൈറ്റും ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ട്. അക്കാര്യത്തിൽ ഇനിയൊന്നും സംശയം പ്രകടിപ്പിക്കല്ലേ? അല്ല, അതിനെ പ്രകടിപ്പിക്കുന്നതിന്റെ അല്ല, അത് താങ്കളിങ്ങനെ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ആ പ്രിറോഗേറ്റീവ് അനുസരിച്ച് അദ്ദേഹം ചെയ്യുന്നു. അത് ഇന്റേണൽ ഒരു പാർട്ടിയുടെ സിസ്റ്റമാണ്. എല്ലാ പാർട്ടിക്കും അതില്ലേ? അതിലൊക്കെ ആര് വരണം, ആര് ചുമതല വഹിക്കണം, ഇതിനെതിരായിട്ട് അവര് പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. ആ വന്നതായിട്ട് അതിപ്പോ എനിക്ക് ഇനിയിപ്പോ മീഡിയകളുണ്ടെങ്കിൽ നാളെ വരട്ടെ, കണ്ടിട്ട് ഞാൻ പറയാൻ സായം. അതിന് മുമ്പ് ഞാനങ്ങനെ പറയാൻ സാധിക്കുക. ഏതായാലും ഇതെല്ലാം BJPയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തളർത്താൻ ഇപ്പൊ ഇതിൽ ഒരു കാരണവശാലും BJPക്ക് ബന്ധമുണ്ടെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. പരാതി കൊടുത്ത ആള് വിജിലൻസ് വരെ പോയിട്ട് അദ്ദേഹത്തിന് പരാതി ഇല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിടില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ മുഷ്കാണ് ഇവിടെ കാണുന്നത്. ദയവായി തുടരുക. ശ്രീ അബ്ദുൽ ഖാദർ KV, ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ മുഷ്ക് LDF സർക്കാർ BJPയോട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ വടിയാണല്ലോ, ആ വടി കൊണ്ട് അടിക്കും എന്നാണ് വാദമെങ്കിൽ ഇപ്പോൾ ഷാജി പറഞ്ഞു എന്ന് ശ്രീ PS ശ്രീധരൻപിള്ള ഉദ്ധരിക്കുന്നത് എനിക്ക് പരാതിയില്ല എന്നാണ്. കുമ്മനത്തിനോടോ അല്ലെങ്കിൽ കുമ്മനത്തിനോട് ചോദിച്ചാൽ അങ്ങനെ ഒരു പരാതി എനിക്ക് കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഒരു റിപ്പോർട്ടും ഇല്ല എന്ന് പറയും. ശ്രീശനോടും AK നസീറിനോടും ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ ഒരു കമ്മിറ്റി ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടിയും വന്നിട്ടില്ല എന്നാണ്. ഇത് നിയമത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ മൂന്നാം മുറ ഉപയോഗിക്കാനൊന്നും കഴിയില്ലല്ലോ കുമ്മനം രാജശേഖരനെതിരെ. അവിടെയാണ് ഒരു കുറഞ്ഞ അപകടം. ആ കുറഞ്ഞ അപകടമാണ് BJP സ്വീകരിക്കാൻ പോകുന്നത് ഈ വിഷയത്തിൽ. അല്ല, ഇതിന് ഇങ്ങനെ BJPക്ക് ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാനാവില്ല. ഇന്ന് ശ്രീ PS ശ്രീധരൻപിള്ള ഇപ്പോൾ പറഞ്ഞതുപോലെ അല്ല ഇന്ന് ശ്രീ കുമ്മനം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. സംഘടനയ്ക്കകത്തെ അഴിമതിയും സംഘടനാ വിരുദ്ധ പ്രവണതകളും അതേ തുടർന്ന് നടപടി സ്വീകരിച്ചു എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രസിഡന്റിൻ്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്തി സംഘടനാപരമായ ക്രമീകരണം നടത്തുകയല്ല ചെയ്തിട്ടുള്ളത്. ശ്രീ ശ്രീധരൻപിള്ളയുടെ ആ വാദം കുമ്മനം രാജശേഖരൻ്റെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ള ആ ബൈറ്റിൽ നിന്ന് തന്നെ അങ്ങനെയല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. പിന്നെ ഈ കാര്യത്തിൽ എന്തിനാണ് CPIM-നെയും സംസ്ഥാന ഗവൺമെന്റിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു വൃഥ വാദം മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു MP-യുടെ PA ഉൾപ്പെടെ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവത്തിൽ സ്വാഭാവികമായിട്ടും വിജിലൻസ് എന്ന അഴിമതി നിരോധന ഏജൻസിക്ക് ഇടപെടാം. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇടപെടുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ശാഠ്യമാണ് എന്ന് പറയാനും കഴിയുകയില്ല. പുറത്തു വന്നിട്ടുള്ള സംഭവവികാസങ്ങൾ ഭരണ സംവിധാനവുമായിട്ട് കൂടി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് BJPക്കെതിരായിട്ട് കിട്ടി എന്നാൽ പിന്നെ അങ്ങനെ ഒരു അന്വേഷണം നടത്തി BJP ആകെ കേസിൽ കുടുക്കിക്കളയാം, അങ്ങനെയുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ പുറത്തു വന്നിട്ടുള്ള വസ്തുതകളുടെയും ഇവിടെ മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മളെല്ലാം അറിഞ്ഞ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ എൻ്റെ ബഹുമാനനായ സുഹൃത്ത് ശ്രീ ശ്രീധരൻപിള്ള അദ്ദേഹം നല്ല ഒരു അഭിഭാഷകനാണ്, BJPക്ക് വേണ്ടി നല്ലതുപോലെ കേസ് വാദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പോലും മറച്ചു വെക്കാൻ കഴിയാത്ത കാര്യം, ഈ സതീഷ് നായർ ശ്രീ കുമ്മനം രാജശേഖരനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ
വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. നേരത്തെ UPA ഗവൺമെന്റ് കാലത്ത് ചുമതലപ്പെട്ട ആളുകളുമായിട്ട് നിന്ന് ഫോട്ടോ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ സതീഷ് നായരുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഡൽഹിയിൽ ശ്രീ കുമ്മനം ചെല്ലുന്ന സമയത്ത് കൂടെ എപ്പോഴും ഇദ്ദേഹം ഉണ്ടാവാറുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിഞ്ഞിട്ടും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് കണ്ണട ചിരിട്ടാക്കൽ മാത്രമാണ്. പൊതുസമൂഹത്തെ അത് വിശ്വസിപ്പിക്കാൻ ഒരിക്കലും BJP കഴിയില്ല എന്നവർ തിരിച്ചറിയുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോണിൽ ഞാൻ മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ മാസം 22-ാം തീയതി കുമ്മനം രാജശേഖരനെ സംബന്ധിച്ചിടത്തോളം വിജിലൻസിന് മൊഴി നൽകണം. അങ്ങനെ മൊഴി നൽകാൻ കുമ്മനം എത്തുമ്പോൾ വിജിലൻസ് ചോദിക്കുക ഷാജിയുടെ പരാതി, അതുപോലെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ്. അവിടെ കുമ്മനത്തിന് കൈമലർത്താനാകുമോ? പ്രത്യേകിച്ച് ഇപ്പോൾ RS വിനോദിനെതിരെയും VV രാജേഷിനെതിരെയും പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെയും പാർട്ടി നടപടിയെടുത്ത പശ്ചാത്തലത്തിൽ RS വിനോദിനെതിരെ അഴിമതിയുടെ കാര്യത്തിലെത്തും, VV രാജേഷിനെതിരെ ഈ റിപ്പോർട്ട് ചോർത്തിയതിൻ്റെ പശ്ചാത്തലത്തിലും ഇനി അക്കാര്യത്തിൽ കൈ കഴുകാൻ കുമ്മനത്തിന് കഴിയുമോ? അല്ല, അത് ഒരു ചോദ്യമാണ്. പക്ഷെ സത്യത്തിൽ ഇതിൽ വിജിലൻസ് കേസൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല. പ്രിവെൻഷൻ കറപ്ഷൻ ആക്ടിനനുസരിച്ച് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള നടപടികളെല്ലാം BJP ഇപ്പോൾ ഭയപ്പെടുന്നത് ധാർമ്മികവും ചരിത്രവും നല്ലൊരു പ്രതിസന്ധിയാണ്. കാരണം അത് വ്യത്യസ്തമായൊരു പാർട്ടി എന്ന് പറയുന്നു. കേരളത്തെ സംബന്ധിക്കുന്ന ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി, അഴിമതിക്കെതിരായിട്ട് വലിയ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസിന്റെ അഴിമതിയെയും കരികാര്യത്തെയും ചൂഷണം ചെയ്ത അധികാരത്തിൽ വന്നതാണ്. അങ്ങനെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇതുപോലെ ഒരു ആരോപണത്തെ അവര് നിയമപരമായിട്ടുള്ള പ്രശ്നമില്ല, അതിനെക്കുറിച്ച് രാഷ്ട്രീയമായിട്ടുള്ള വിഷയം, ധാർമ്മികമായിട്ടുള്ള വിഷയം, അതായിരിക്കും പാർട്ടിയെ കൂടുതൽ വിശ്വസിക്കാൻ പോകുന്നത്. വിജിലൻസ് കേസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമുള്ള കാര്യമില്ല. നമുക്കറിയില്ല ഇവിടുത്തെ വിജിലൻസുകാർ വിചാരിച്ച എവിടെ വരെ പോകും. പിന്നെ ഇത് പൂർണ്ണമായിട്ടും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ നിർവഹണത്തിൽ വരുന്ന കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തർക്ക വിഷയമാണ്. അതൊക്കെ ആലോചിച്ച് തീരുമാനിച്ചപ്പോഴേക്കും നമുക്കറിയാം 15-20 കൊല്ലം കഴിയും അതിലൊരു തീരുമാനം ഉണ്ടാവും. ക്രിമിനൽ കേസിനെ കുറിച്ചല്ല, അഴിമതി കേസിനെ കുറിച്ചല്ല ആലോചിക്കും. അത് ജനങ്ങളിലുണ്ടാക്കുന്ന ഒരു ധാരണയുണ്ട്. BJP പോലൊരു പാർട്ടിയെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ധാരണ, അത് വലിയ ഒരു സ്ഥിതിയാണ്, ഒരു വലിയ ആഘാതമാണ്. അതിൽ നിന്ന് എങ്ങനെ പുറത്തു നിൽക്കാം? അതാണ് കുമ്മനത്തിന്റെ കൂടുതൽ ആളുകൾ വലിയ പ്രശ്നം നൽകുന്നത്. അതാണ് അതിൻ്റെ ഒരു വശം എന്നുള്ളതാണ്. PS ശ്രീധരൻപിള്ള, അതാ നോക്കൂ, ജനൌഷധിയുടെ കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. മെഡിക്കൽ കോളേജിന് അംഗീകാരം സംബന്ധിച്ചുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് RS വിനോദിനെ പുറത്താക്കിയിട്ടുള്ളത്. വ്യാജ രസീതിൻ്റെ കാര്യത്തിലാണ് പ്രഫുൽ കൃഷ്ണയെ പുറത്താക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുള്ളത്. അഴിമതി സാർവത്രികമായി നിൽക്കുന്നു BJPക്കുള്ളിൽ എന്നുള്ള വിഷയം ഗൗരവമായി. ഇതിപ്പോൾ ശരിയാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറഞ്ഞ അപകടം എന്നുള്ള നിലയിൽ ഒരാൾക്കെതിരെ നടപടിയെടുത്തു, വേറൊരാളെ സ്ഥാനത്ത് നിന്ന് നീക്കി, ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം തടിയൂരുക എന്നുള്ളത് രാഷ്ട്രീയമായ ആവശ്യമായിരിക്കും. പക്ഷേ ആത്യന്തികമായി ഈ സർക്കാർ പ്രധാനമായും, മോദി സർക്കാർ പ്രധാനമായും അഴിമതി നിർമ്മാർജ്ജനം ചെയ്തു എന്ന് അഭിമാനിച്ചു നിൽക്കുമ്പോൾ, നേരത്തെ ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെയും ആഴത്തിലേറിയ ഒരു അന്വേഷണത്തിലേക്ക് തുനിയുകയല്ലേ താങ്കൾ നേരത്തെ പറഞ്ഞ ആർജവം? നികേഷ്, ഇതില് ഞാൻ ചോദിക്കേണ്ട എന്തെങ്കിലും ഇപ്പം താങ്കൾ CPM-ന്റെ ഒരാൾ കൊടുത്തൊരു പരാതി മുമ്പാകെ ഉണ്ടെന്ന് പറയുന്നു. ആ പരാതി എന്തെന്ന് 2 തവണ ഇതിൽപ്പെട്ട സീഷൻ രജിസ്റ്റേർഡ് അക്നോളജ്മെന്റ് ഡൂവിൽ അയച്ചിട്ട് എന്താ പരാതി എന്ന് പറയുന്നില്ല. ഞങ്ങൾ എന്താ ഈ രാജ്യത്ത് 2ാം തരം പൗരന്മാരാണോ? ഏതൊരാളിനോടും എന്താണ് ആക്ഷേപം, എന്താണ് ആ പരാതി, അതൊന്ന് അറിയിക്കണമെന്ന് പറയാതെ നികേഷിനോ നമുക്കെല്ലാം പറയാം ഈ സാഹചര്യം. നമ്മളെ പോലീസ് വിളിക്കുമ്പോൾ എന്തിനാന്ന് പറയാതെ പോലീസുകാരെ വിളിച്ചാൽ പോകേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അത് അങ്ങനെ സ്റ്റാൻഡ് പാർട്ടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നേരത്തെ ജയശങ്കറൊക്കെ പറഞ്ഞു. അല്ല, ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് PS ശ്രീധരൻപിള്ള ഒരു പരാതി എന്താണ് എന്ന് BJPക്ക് അന്വേഷിക്കേണ്ടി വരുന്നത്? പരാതി എന്താണെന്ന് സംബന്ധിച്ച് പരാതി CPM-ന്റെ പ്രവർത്തനം കൊടുത്തതാണ്, തിരുവനന്തപുരത്ത് ഒരു കൗൺസിലർ കൊടുത്തതാണ്, CPM-ന്റെ ഔദ്യോഗികമായി കൊടുത്തതാണ്. അല്ല, ഇക്കാര്യത്തിൽ BJPയുടെ പ്രഖ്യാപിത നിലപാട് എന്താണ്? ഏത് അന്വേഷണത്തെയും ഞങ്ങൾ നേരിടുമെന്നല്ലേ? അന്വേഷണം വരുമ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ സാങ്കേതികത്വത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ തന്നെയും സമയം വേണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ടാണല്ലോ ഏത് അന്വേഷണം ചെല്ലാമെന്നാ ഞങ്ങൾ അതിൽ ചെല്ലാമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ചെന്നില്ലെങ്കിൽ ഒരു ചുക്കും നടക്കില്ല എന്നുള്ള കാര്യം അതിന്റെ നിയമദൃശ്യ ഞാൻ പറയുന്നില്ല, നിങ്ങൾ അതെ സഹകരിക്കില്ല എന്ന് പറഞ്ഞു പറയും. അതുകൊണ്ട് ഒരു കാര്യം CPM-ന്റെ ഒരാള് പരാതി കൊടുക്കുമ്പം ആ പരാതിയുടെ അടിസ്ഥാനപരമായ കാര്യം
മനസ്സിലാക്കാനും ഇന്നതാണ് 1, 2, 3 എന്ന് പറയാനുമുള്ള ബാധ്യത അവർക്കില്ലേ? അതില്ലാത്തത് എന്തിനാ പരാതിയായിട്ട്? അതായത് ശ്രീ പി എസ് ശ്രീധരൻപിള്ള, വിജിലൻസ് നിങ്ങൾ ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കുന്നത് എന്ന ചോദ്യത്തിന് വിജിലൻസ് മറുപടി പറയണം. ഇന്ന പോയിന്റാണ് ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അറിയാനുള്ളത് എന്ന് പറയണം. അതായത് ക്വസ്റ്റനെയർ അയച്ചു തരണം. അതാണ് ആവശ്യം. KP ശ്രീശൻ അയച്ച നോട്ടീസ് 2 തവണ അയച്ച നോട്ടീസ് ഞാൻ കണ്ടു. ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു കേസിന്റെ ആ ഭാഗത്തിന് വേണ്ടി നിങ്ങൾ ഹാജരാവണമെന്ന് പറഞ്ഞാൽ ഞാനാണ് എന്നെ പണ്ട് ഇതുപോലൊരു സംഭവം ഉണ്ടായതാ. എനിക്ക് 150 നോട്ടീസ് അയച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു, മറുപടി കൊടുത്തു. പണ്ടൊരു പ്രശ്നം വരാൻ സൗകര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം, അതിനകത്തൊന്നും തെറ്റില്ല. ഞാൻ ചോദിക്കുന്നത് അതിന് പോലും CPM ഒരു പരാതി കൊടുത്തിട്ട് കേസ് കൊടുത്തിട്ട് അത് CPM-കാർ അറിഞ്ഞാൽ മതി, ആ ഓഫീസർ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വലിയ ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ്. ആര് നാളെ മാറി വലിച്ചു വന്നാലും സാധാരണ പൗരന്റെ അവകാശമില്ലേ? ആ അവകാശം പോലും ഒരു പാർട്ടിക്ക് നിഷേധിച്ചുകൊണ്ട് ഇത് വലിയ കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ ഉള്ള കുപ്രചരണങ്ങളെ കൊണ്ട് അതിന്റെ പ്രളയത്തിൽ ഞങ്ങളെ മുക്കിക്കൊല്ലാനാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. ശ്രീ NP ചേക്കുട്ടി, നിയമപരമായി ഫൈറ്റ് ചെയ്യും. ഒന്ന്, ഈ പറയുന്ന പോയിന്റ്സിലേക്ക് മാത്രമായി ചുരുക്കണം. അതായത് അവിടെ ചെന്നിട്ട് ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ പോലുള്ള ചോദ്യങ്ങൾ നേരിടാൻ കഴിയില്ല. ഇന്ന കാര്യങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ളൊരു ഡിഫൻസിനാണ് PS ശ്രീധരൻപിള്ളയെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് PS ശ്രീധരൻപിള്ളയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതാണ് ഒന്ന്. ഈ പറയുന്ന വിജിലൻസിൻ്റെ ഈ ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമോ, റെസ്ട്രിക്റ്റഡായി മറുപടി പറയണോ? ഒന്ന്. ഇനി അഥവാ ഈ ചോദ്യങ്ങൾ കിട്ടിയതിന് ശേഷം അത് വളരെ വിപുലമായ നിലയിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് അങ്ങനെ ഒരു റിപ്പോർട്ടില്ല എന്നുള്ള നിലയിലോ ഇത് ഞാൻ മാവിലായിക്കാരൻ എന്നാണ് എന്ന നിലയിൽ ചമയാനോ ഒക്കെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഇതൊരു വിഷയം തന്നെയാണ്. ആ വിഷയത്തിലെ നിയമപരമായ വശങ്ങൾ തേടുകയാണ്. എന്തുണ്ട് പിടിവള്ളി BJPയെ സംബന്ധിച്ചിടത്തോളം? BJPക്ക് വിജിലൻസിൻ്റെ അന്വേഷണത്തിനെ നേരിടാൻ BJPക്ക് എളുപ്പമാണ്. കാരണം വിജിലൻസിൻ്റെ നിയന്ത്രണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനാണ്. ഇടതുപക്ഷ സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു താല്പര്യമുണ്ട്. കാരണം ഇവരൊരു പ്രതിപക്ഷ കക്ഷിയാണ്, കേരളത്തിൽ CPM-നെ എതിർക്കുന്നൊരു കക്ഷിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് വിജിലൻസ് അന്വേഷണം എന്ന് ഉള്ളൊരു പ്രചാരവേല നടത്താൻ BJPക്ക് സാധ്യതയുണ്ട്. പക്ഷേ വസ്തുതകൾ ആ പ്രചാരവേലയെ വേണ്ട വിധം അംഗീകരിക്കില്ല. കാരണം എന്താണ്? ഈ പ്രശ്നമുണ്ടായത് CPM-ഓ മറ്റു രാഷ്ട്രീയ കക്ഷികളോ ഉണ്ടാക്കിയതല്ല. ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് BJPക്കകത്ത് നിന്നാണ്. BJPക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അതിഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതെന്താണ്? അധികാരവുമായിട്ട് ഒട്ടി നിൽക്കുന്ന ആളുകൾ, അധികാരവുമായിട്ട് ഇടപാടുള്ള ആളുകൾ, അവർക്ക് വലിയ തോതിൽ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുന്നു. അവരിപ്പം സേവ് BJP ഫോർ എന്നുള്ള പേരിൽ ഈയിടെ ഒരു നോട്ടീസ് ഇറങ്ങിയിരുന്നു. അത് വായിച്ചാൽ നമുക്കറിയാം BJPക്കകത്ത് BJPയുടെ അധികാര കേന്ദ്രങ്ങളോട് അടുപ്പമുള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിഭീകരമായിട്ടുള്ള സ്വത്ത്, സമ്പാദ്യം, അവരുടെ ജീവിതത്തിന്റെ രീതികൾ, അതിനെക്കുറിച്ച് പാർട്ടിക്കകത്ത് എതിർപ്പുണ്ട്. അപ്പോൾ ആ എതിർപ്പുകളെല്ലാം കൂടി ഒരു ഭാഗത്ത് രാഷ്ട്രീയമായിട്ട് വരുന്നുണ്ട്. ആ രാഷ്ട്രീയമായിട്ടുള്ള പാർട്ടിക്കകത്ത് വരുന്ന എതിർപ്പുകളെ തടയാൻ പാർട്ടി ലീഡർഷിപ്പ് പണിപ്പെടുകയാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ പാർട്ടിയെ ഒന്നിച്ചു നിൽക്കാൻ എളുപ്പമാണ്. അപ്പോൾ വിജിലൻസ്, CPM ആരോപണങ്ങൾ, CPM-ന്റെ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയത്തെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വിജയിക്കില്ല. എന്തുകൊണ്ട്? കാരണം ഇത് CPM-ഓ കേരളത്തിലെ മറ്റേതെങ്കിലും പാർട്ടി ഉണ്ടാക്കിയ പ്രശ്നമല്ല. നേരെ മറിച്ച് അവരുടെ പാർട്ടിക്കകത്ത് നിന്ന് വന്നതാണ്. സാങ്കേതികമായിട്ട് വിജിലൻസിനെ എങ്ങനെ നേരിടുക എന്നുള്ളത് അവർക്ക് ശ്രീധരൻപിള്ളയെ പോലുള്ള വക്കീലന്മാർ വിചാരിച്ചാൽ കഴിയും. വിജിലൻസിനെ നേരിടുക എന്നുള്ളത് അത്ര വലിയ വിഷയമല്ല. ഈ രാഷ്ട്രീയമായിട്ട് ഇത് ഉണ്ടാക്കാനിടയില്ല പ്രതികരണങ്ങൾ, അതിന്റെ ഇമ്പാക്റ്റിനെ നേരിടാൻ BJP അതിപ്പോഴും കഴിയില്ല. ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് S. ചന്ദ്രശേഖരൻ നായർ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് S. ചന്ദ്രശേഖരൻ നായർ, അല്പം മുമ്പ് ശ്രീ PS ശ്രീധരൻപിള്ള BJPയുടെ അഭിഭാഷകൻ, അദ്ദേഹം പറയുന്നത് കുമ്മനമടക്കമുള്ള BJPക്കാരെ വിജിലൻസ് വിളിച്ചിട്ടുണ്ട് മൊഴിയെടുക്കാൻ. പക്ഷേ ഞങ്ങൾ എന്തിനാണ് വിളിപ്പിച്ചത് എന്ന് 2 തവണ വിജിലൻസിനോട് രേഖാമൂലം ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് മറുപടി നൽകാൻ കഴിയുന്നില്ല വിജിലൻസിന് എന്നാണ്. അപ്പോൾ ഇവരെ കിട്ടിയിട്ട് പെരുമാറാം എന്നതാണ് ഉദ്ദേശമെങ്കിൽ പോയി പണി നോക്കൂ എന്നുള്ള നിലപാട് വേണമെങ്കിൽ BJPക്ക് എടുക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഞാൻ അത് പറയുന്നില്ല എന്നാണ് ശ്രീ PS ശ്രീധരൻപിള്ള പറയുന്നത്. അങ്ങനെ ഒരു ഉത്തരവാദിത്തമുണ്ടോ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മറുപടി കൊടുക്കുക എന്നുള്ള? ഒരു അന്വേഷണമാണ് അവർ നടത്തുന്നത്, വിജിലൻസ് എൻക്വയറി. അതിലെ
സഹകരിക്കുകയാണ് ഏത് പൗരന്റെയും കടമ. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലെ ഉത്തരവാദിത്തമുള്ള പൊസിഷനിലിരിക്കുന്ന ആൾക്കാർക്ക്. ശരിയാണ്. അതിനപ്പുറത്ത് അപ്പോൾ എൻക്വയറിയുടെ ഭാഗമായിട്ട് അവർക്ക് എന്ത് പറയാനുണ്ട് എന്ന് അറിയാനാണ് വിളിക്കുന്നത്. ഏതാ വിഷയം എന്നുള്ളതാണ് ചോദ്യം. വിഷയം ഏതായാലും അവർ എന്തിനാണ് ഭയക്കുന്നത്? നോക്കൂ, ഇവിടെ ഭയത്തിന്റെ ഒന്നും പ്രശ്നമല്ല. കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അങ്ങനെ ഒരാളെ ഒരു അഴിമതി കേസിൽ വിളിപ്പിക്കുന്നു. അഴിമതി കേസിൽ വിളിപ്പിക്കുമ്പോൾ ഏത് അഴിമതി കേസാണ്, എന്താണ് അതിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത് എന്ന കാര്യം, അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തണ്ടേ? ചോദ്യാവലി നേരത്തെ അയച്ചു കൊടുക്കുന്ന ശീലമില്ലല്ലോ. അല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ചോദ്യം ചെയ്യണമെങ്കിൽ അവർ അവിടെ പോയി ചോദിക്കും. അല്ലല്ല, അത് ശരി. പക്ഷേ ഇതൊരു ഇന്നതാണ് കേസ്. ഏത് തിരുവനന്തപുരത്തെ ഒരു മെഡിക്കൽ കോളേജിന് അനുമതി കിട്ടുന്നതിന് വേണ്ടി ഇന്നയാൾ 5,60,00,000 രൂപ കൊടുത്തു. അതൊരു അഴിമതി ആരോപണമായി നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ചൊരു അന്വേഷണ റിപ്പോർട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളുടെ ഒരു നേതാവിനെ പുറത്താക്കിയത്. ഇതാണ് വിഷയം എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് പത്രം വായിക്കുന്നതുകൊണ്ട്, മാധ്യമങ്ങൾ കാണുന്നത് കൊണ്ടൊക്കെ അറിയുമായിരിക്കും. പക്ഷേ ഒരു കേസാവുമ്പോൾ അതിനകത്ത് അതിൻ്റെ തന്നെ സാങ്കേതികത്വങ്ങളില്ലേ? ആ സാങ്കേതികത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പറയുന്ന വിളികൾ തയ്യാറാക്കണ്ടേ? തീർച്ചയായിട്ടും. അതിപ്പോ അയച്ചിരിക്കുന്ന നോട്ടീസിൽ ഏത് വിജിലൻസ് എൻക്വയറിയുടെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അത് പോരെ ശ്രീ PS ശ്രീധരൻപിള്ള? എനിക്ക് പങ്കെടുത്ത ആളാരാണ്? അദ്ദേഹം അഡ്വക്കേറ്റ് S ചന്ദ്രശേഖരൻ നായർ. ശ്രീ ചന്ദ്രശേഖരൻ നായർ, താങ്കളാണോ ഈ പരാതിക്കാരന് വേണ്ടി ഹാജരാകുന്നത്? അല്ല, താങ്കൾ പൊതുവെ വിജിലൻസിൽ ഹാജരാകുന്ന അഭിഭാഷകൻ? മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ വിജിലൻസ് കേസ് ധാരാളം നടത്തിയിട്ടുള്ള ആളുകളാണ്. ഞാൻ ഒരു കേസിലെ നോട്ടീസ് എന്ന് പറഞ്ഞാൽ അതിൽ CPMന്റെ ഒരു കൗൺസിലർ കൊടുത്ത കംപ്ലൈന്റാണ്. കംപ്ലൈന്റിൽ എന്തിനാണ് ആശ്രയിക്കുന്നത്? ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്രിലിമിനറി എൻക്വയറിയുടെ സ്കോപ്പ് ഉണ്ട്. ആ പ്രിലിമിനറി എൻക്വയറിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന്, ആര് കൊടുത്ത പരാതിയാണ്, എന്താണ് പരാതിയുടെ അടിസ്ഥാനമെന്നോ അതിലെന്താ ആരോപണമെന്നോ, ഇന്ന ആള് കൊടുത്ത ഇന്ന പരാതി പ്രകാരം ഇന്ന ആക്ഷേപത്തെ പറ്റി നിങ്ങളൊന്ന് പറയണമെന്ന് അതിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ മുമ്പാകെയുള്ള ഒരു കേസിൽ താങ്കൾ ഇന്ന ദിവസം വന്നിട്ട് സാക്ഷി നിങ്ങളുടെ മൊഴി തരണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് അതിനെ ന്യായീകരിക്കുന്ന ഒരു അഭിഭാഷകനാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിച്ചോണ്ട് പറയുന്നു. അദ്ദേഹത്തോട് എനിക്ക് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ, അങ്ങനെ ഒരു തലയും വാലും ഇല്ലാത്ത ഒരു സമൻസ് ലെറ്റർ സ്വാഭാവികമായും തയ്യാറാക്കപ്പെടും. ആ ക്രൈം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് FIR ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ബാക്കി നടപടികളിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അതിന് എന്തായിരിക്കും അതിനൊരു മുഖവുര ഉണ്ടാവുക? ഇത് ഒരു പ്രിലിമിനറി എൻക്വയറിയാണ് നടത്തുന്നത്. ഈ സാധാരണ ഏത് പ്രിലിമിനറി എൻക്വയറിയിലും ഇന്ന കേസ് സംബന്ധിച്ച് താങ്കളിൽ നിന്ന് മൊഴിയെടുക്കണമെന്ന് ഒരു നോട്ടീസ് നൽകും. ഇന്ന കേസ് എന്ന് പറയുമ്പോൾ ആ കേസ് എങ്ങനെയാണ് പ്രതിപാദിക്കപ്പെടുക? കേസ് ഇല്ലല്ലോ ഇപ്പോൾ. അല്ല, എൻക്വയറിക്ക് ഒരു വിഷയമുണ്ടല്ലോ, ഒരു പരാതിയേ ഉള്ളൂ. പരാതിയെ പറ്റി അന്വേഷിക്കണ്ടേ? ഏത് ഉദ്യോഗസ്ഥനും ഒരു പരാതി കിട്ടിയാൽ ഇന്ന പരാതിയാണ് എന്നെ സംബന്ധിച്ച് ഇത് ഇന്ന പരാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ കത്ത് നൽകിയിട്ടുണ്ടാവുക. അങ്ങനെ തന്നെ ആയിരിക്കും കത്ത് നൽകുക. PS ശ്രീധരൻപിള്ള, അതിലെന്താണ് സംശയം? മാത്രമല്ല ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇത് ഇങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടാകുന്നത്. എത്ര പേർ പൊതുപ്രവർത്തകനാണ്, അഭിഭാഷക മാത്രമല്ല. ഞങ്ങളുടെ മുമ്പാകെയുള്ള ഒരു കേസ്, ഒരു പരാതി പോലും പറയുന്നില്ല. അതിൽ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ തർക്കിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക. കാരണം അല്ലെങ്കിൽ എവിടെങ്കിലും പോയാൽ നിൽക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, പരാതി ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് കിട്ടിയ കത്തിൽ പറയുന്നുണ്ടല്ലോ. ഇത് ഇല്ല, പറയുന്നില്ല. അതെങ്ങനെയാണത്? ഞങ്ങളുടെ മുമ്പാകെയുള്ള ഒരു അന്വേഷണത്തിൽ ഏതന്വേഷണം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് മൊഴി തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 തവണയും ഞാൻ കാണിച്ചു തരാം, വിജേഷ് കാണിച്ചു തരാം. എന്നിട്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന അഭിഭാഷകരോട് ഒന്നുകിൽ അവരുടെ അച്ഛനെ ഓർക്കാൻ സഹകരിക്കുന്നു, അല്ല എന്ത് പറയാനാ? ശ്രീ ചന്ദ്രശേഖരൻ, ഒരു അന്വേഷണം എന്നാണ് അതിൽ പറയുന്നത്. ഇതൊരു വിജിലൻസ് എൻക്വയറിയാണ്. അദ്ദേഹം വന്ന് മൊഴി തന്നില്ല എന്നുണ്ടെങ്കിൽ CRPC പ്രകാരമുള്ള നടപടി ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിന് മൊഴി തരാൻ തയ്യാറല്ലെങ്കിൽ അത് അറിയിക്കുക. അല്ല, അതും അവർ പരിഗണിക്കുന്നുണ്ട്. മൊഴി തരാൻ തയ്യാറാണെങ്കിൽ തയ്യാറാണെന്ന് പറയുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് മൊഴി തരാൻ കഴിയില്ല എന്ന് പറയുക. വിശദീകരിച്ച് വീണ്ടും ലെറ്റർ അയക്കുമല്ലോ. ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ. ലെറ്ററിൽ പറഞ്ഞിട്ടില്ല മിസ്റ്റർ. 2 തവണ അയച്ചു. ആദ്യത്തെ ദേശീയമായിട്ട് അയച്ചു, രണ്ടാമത് അയച്ചു. അതിൽ 2ലും എന്തിനെന്ന് പറയുന്നില്ല.
ഒരു കൗൺസിലറല്ലേ പരാതി കൊടുത്തേക്കുന്നത്. അയാളുടെ പരാതി എന്താ? അയാൾ പ്രൂവ് ചെയ്യണ്ടേ? അയാൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണ്ടേ? അതോടൊപ്പം തന്നെ പിന്നെ ആദ്യത്തെ പരാതിക്കാരൻ എന്ന് പറയുന്നത് ഷാജി ചെന്ന് മൊഴി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാം. നാളെ റെയ്ഡ് നടത്തിയേക്കാം. അത് ഇതൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയ പകപോക്കലാണ്, അതിനപ്പുറത്തൊന്നുമില്ല. കെ വി അബ്ദുൽ ഖാദർ, നോക്കൂ എത്ര റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് BJP ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്ന്. രാഷ്ട്രീയമായി തന്നെയും അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വിശദീകരിക്കാനോ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പുറത്താക്കുന്നതെന്ന് പറയാനോ ഒന്നും തയ്യാറാകുന്നില്ല. നിയമപരമായി ഓരോ ചുവടും വളരെ ശ്രദ്ധിച്ച്, അതുകൊണ്ട് ആക്രമണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, BJPയെ ഡിമോറലൈസ് ചെയ്യാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കരുതൽ വേണ്ടിവരും എന്നാണ് PS ശ്രീധരൻപിള്ളയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചുരുക്കി അല്ല, ഇത് ശൂന്യതയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു സംഭവമല്ല. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ പുറത്തു വന്ന BJPയുടെ സംസ്ഥാന അന്വേഷണ കമ്മീഷൻ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് ചൂണ്ടിക്കാണിച്ച 1, 2, 3 ഈ കാര്യങ്ങളെല്ലാം കേരളീയ സമൂഹം കണ്ട ഒരു കാര്യമാണ്. അത്തരമൊരു സംഭവത്തെ സംബന്ധിച്ച് അല്ല, ആ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഴിമതി നിരോധന സംവിധാനം എന്ന നിലയിൽ വിജിലൻസിന് അതേക്കുറിച്ച് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അവർ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതവർ വിശദീകരിക്കട്ടെ. ഞാൻ പറയുന്നത്, ഇവിടെ എന്തെല്ലാം പറഞ്ഞാലും ഈ ആരോപണത്തിന്റെ പുകമറയിൽ നിന്ന് BJPക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനാവില്ല. ശ്രീ ശ്രീധരൻപിള്ളയെ പോലെ ഒരു വക്കീല് ചാനലുകളിൽ ഇരുന്ന് വാദിച്ചാൽ കേരളീയ സമൂഹത്തിന് മനസ്സിൽ വന്നിട്ടുള്ള ഈ സംശയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കാവില്ല. കാരണം ഇവിടെ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ സന്തത സഹചാരി എന്ന് പറയപ്പെടുന്ന ഒരു പവർ ധാർമ്മികമായി ഇത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം BJPക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അത് വിശദീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കാൾ വിശദീകരിക്കാതെ ഇത് എങ്ങനെ ഒളിപ്പിച്ചു വെക്കാം എന്ന് മാത്രമേ BJP നോക്കൂ. അതിനെയാണ് PS ശ്രീധരൻപിള്ളയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ RS വിനോദിനെ പുറത്താക്കിയത്, VV രാജേഷിനെ നീക്കിയത്. സംബന്ധിച്ചൊന്നും കൃത്യമായ ഒരു വിശദീകരണവും ഇല്ലാത്തത്. എങ്ങനെയാണ് ഇത്രയും സുതാര്യമായ ഒരു മാധ്യമ ലോകമുള്ള ഘട്ടത്തിൽ ഇങ്ങനെ വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതാണ് BJP എന്ന മറുപടിയേ ഉണ്ടാവൂ അതിന്. അല്ലെ ശ്രീ PS ശ്രീധരൻപിള്ള? ഇതാണ് പുതിയ BJP. അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇങ്ങനെ മതി കാര്യങ്ങൾ. നിങ്ങള് മുൻകൂട്ടി BJP ആക്രമിക്കാൻ വേണ്ടി ഇല്ല, ഒരു ആക്രമണമില്ല. സാധാരണഗതിയിൽ ഒരാൾ റിപ്പോർട്ട് വന്നാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു ഇന്റേണൽ ഏർപ്പാടാണ് എന്ന് പറഞ്ഞു ഒഴിയുന്ന രീതിയുണ്ട്. അതിനപ്പുറം ഉത്തരവാദിത്തബോധമുള്ള ഒരു പാർട്ടിയാണ്. ഇത്തരത്തില് മറ്റേത് പാർട്ടിയെക്കാളും സുതാര്യമായി ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിന്മേൽ തീർച്ചയായിട്ടും ഇങ്ങനെ ആരോപണമുണ്ടോ, അതില് ആരോപണം ഉന്നയിച്ച ആള് മറ്റുള്ള ആളുകളെ എല്ലാം ആരാഞ്ഞറിയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ BJPക്ക് കേരളത്തിൽ തടയിടാൻ ശ്രമിക്കാൻ, സാർവത്രികമായ അഴിമതി ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയ ആയുധമാക്കുമല്ലോ എതിരാളികൾ. അങ്ങനെ എതിരാളികൾ ആയുധമാക്കിയാലും അതിനെ അതിജീവിക്കുക, ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുക, ഈ റിപ്പോർട്ടിലുള്ളവരെ നടപടിയെടുക്കുക, എന്നിട്ട് പറയുക ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്ന് പറയുക. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ചുരുക്കുന്നു. വളരെ നന്ദി ശ്രീ PS ശ്രീധരൻപിള്ള, ഫക്രുദ്ദീൻ അലി, NP ചേക്കുട്ടി, അബ്ദുൽ ഖാദർ, KV MLA, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ന്യൂസ് നൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.